ഒരു നിമിത്തം പോലെ 1/4 നൂറ്റാണ്ടിനും ഇപ്പുറം ഒരുമിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 210 പേരിൽ 173 പേരും വീണ്ടും കണ്ടുമുട്ടി. കഴിഞ്ഞ ഏപ്രിൽ 23-ന് നമ്മൾ മിന്നാമിന്നിക്കൂട്ടങ്ങളായി. ഈ നശ്വര ഭൂമിയിൽ സ്വർഗതുല്യമായി നമ്മൾ ചെലവഴിച്ച കുറേ നിമിഷങ്ങൾ. അത് കാട്ടുകുളം സ്കൂളിലായിരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ 173 പേരും കെട്ടുകതിർന്ന് എത്തിച്ചേർന്നത്. ജീവിതത്തിൻ്റെ പാതിയും ജീവിച്ചു തീർന്നു എന്ന തിരിച്ചറിവിൽ ഇനിയും ഈ സ്നേഹ സൗഹൃദങ്ങൾ ജീവിതാവസാനം വരെ താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം എല്ലാവരും ആ നിമിഷങ്ങളിൽ കൊതിച്ചില്ലേ? ഏറ്റവും പ്രിയപ്പെട്ട 1-2 സുഹൃത്തുക്കളെങ്കിലും ആ സംഗമത്തിന് ശേഷം ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ആരെങ്കിലും ഉണ്ടാവും. ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുട്ടിക്കാലം മുതലേ എന്നെ അറിയുന്ന നീ, എനിക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാവുന്ന നീ, എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാവുന്ന നീ എന്ന് പറയാവുന്ന ചിലരെയെങ്കിലും കിട്ടിയ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ഈ സൗഹൃദ കൂട്ടായ്മ ഇനിയും തുടരേണ്ടതുണ്ട്. 5 വർഷം കൂടുമ്പോൾ വീണ്ടും ഓരോ കെട്ടുകതലുകൾ. അങ്ങനെ 25 കൊല്ലം കഴിയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കും, നമ്മൾ എത്ര പേർ കാണും ബാക്കി. ഒന്ന് സ്നേഹിക്കാൻ പോലും സമയം തികയാത്ത വിധം അത്ര ചെറുതാണ് ഈ ജീവിതം എന്ന് നാം തിരിച്ചറിഞ്ഞാൽ പരസ്പരം വഴക്കുകൂടാൻ തോന്നില്ല. അവസാനത്തെ ആളും ഈ ഭൂമി വിട്ടു പോകും വരെ പരസ്പരം താങ്ങായി നിൽക്കുന്ന ഒരു കൂട്ടായ്മയായി ഈ ബാച്ചിനെ നമുക്ക് വിഭാവനം ചെയ്യണം. ചുമ്മാ ഗെറ്റുഗതറുകൾ കാണുമ്പോൾ ഹായ് ഹലോ പറഞ്ഞ് ഒരാഘോഷമാക്കി സെൽഫി എടുത്ത് ഒരു 4 ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇട്ട് ചെറിയ ഈഗോ ക്ലാഷുകൾ അത് വലിയ വഴക്കിലേക്ക് തിരികൊളുത്തി ആളിക്കത്തിക്കിട്ട് അങ്ങനെ അടങ്ങേണ്ട ഒരു ഗ്രൂപ്പല്ല നമ്മുടേത്. ആ ഒരു ഉൾക്കാഴ്ചയിൽ ആ മിന്നാമിന്നിക്കൂട്ടത്തിലെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഒരുപോലെ ജീവിതത്തിലെ സന്തോഷങ്ങൾ അനുഭവിക്കുന്നവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. പല ദൗർബല്യങ്ങളാൽ, പല ജീവിത സാഹചര്യങ്ങളാൽ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലെ ഓരോരുത്തർക്കും നമ്മൾ താങ്ങാവേണ്ടതല്ലേ? അത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അതിനായി ഞാനും 100ൽ 100 എന്ന ഒരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുകയാണ്. പണ്ട് ക്ലാസ്സിൽ 100ൽ 100 മാർക്ക് വാങ്ങാനാവാതെ ആ ഒരു കുറവ് ഇന്ന് നമ്മുടെ സ്നേഹവും കാരുണ്യവും ഈ ചേർത്ത് പിടിക്കലും കൊണ്ട് നികത്തി പകരം വീട്ടി ഓരോരുത്തർക്കും 100ൽ 100 തികയ്ക്കാൻ ഒരു സുവർണാവസരം.